ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഴ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇനിയായിട്ടുള്ളൊരു പേപ്പർ സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എങ്ങനെ സിമ്പിളായിട്ട് ഒരു പേപ്പർ സോപ്പ് ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. വേറെ ഒരു കട്ടിയില്ല കുറഞ്ഞ പേപ്പറൊക്കെ എടുക്കാം. ടിഷ്യൂ പേപ്പർ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല കേട്ടോ. കുറച്ച് ടിഷ്യൂ പേപ്പർ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ ഹാൻഡ് വാഷ്, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഒരു പാത്രം, പിന്നെ സോപ്പ്, ചോപ്പർ എന്നീ സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകട്ടെ. നനയാത്ത ടിഷ്യൂ പേപ്പർ ആയിരിക്കണേ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കുറച്ച് ഈ പാത്രത്തിലേക്ക് പാരട്ടെ. ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി. ധാരാളം വെള്ളം ചേർത്താൽ അധികം ഇതായിപ്പോവും. ഇത്ര വെള്ളം തന്നെ വേണ്ട, കുറച്ചുകൂടി ഞാൻ മറിച്ച് കളയുന്നതാണ്. ഇത്ര വെള്ളം മതിയാവുമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ എടുക്കാം. ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ എടുക്കാം. പിന്നെ കുറച്ച് സോപ്പ് എടുത്ത് ഇതിലേക്ക് നമുക്ക് പരണ്ടി കൊടുക്കാം. പരണ്ടി കൊടുക്കുന്നതാണ് സോപ്പിങ്. വെള്ളവും സോപ്പും ആക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ടും കൂടി മിക്സ് ചെയ്യട്ടെ. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു എന്നാൽ ഇങ്ങനത്തെ ഒരു ഇതിൽ കിട്ടും കേട്ടോ. ഇതാ മറിഞ്ഞു പോയി കുറച്ച്, ഇനിയും ഉണ്ട് ഇതിൽ. ഞാൻ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടെ. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടോ. ഹാൻഡ് വാഷ് കുറച്ച് ചേർക്കണമായിരുന്നു, എൻ്റെ മറന്നുപോയി. ഒരു തുള്ളി ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി. ജസ്റ്റ് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. കുറച്ചും കൂടി ആക്കി കൊടുക്കാം. ഇത് കൈ കൊണ്ടാക്കുന്നത് എൻ്റെ ടിഷ്യൂ പേപ്പർ പിന്നെ കുറച്ച് ഇതാണ്, കുറച്ചും കൂടി കട്ടി കുറവാണ്. ഇത് കൈ കൊണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അധികം കൂടിപ്പോയോന്ന് എനിക്ക് മനസ്സിലാകില്ല. പിന്നെ ഫുള്ള് കൊളായി പോകും. ഞാൻ 4 പൊടി ഇത് ഞെക്കിയിട്ട് 4 തുള്ളിയാണ് ഒറ്റിച്ചത്. ഇനി നമുക്ക് കുറച്ചെന്നാലും ഇതിൽ തേച്ച് കൊടുക്കാം. കുറച്ച് ഞാൻ കയ്യിലുള്ളത് ആദ്യം തേച്ച് കൊടുക്കട്ടെ. കുറച്ച് തേച്ച് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ ബേക്കും ഈ ടിഷ്യൂ പേപ്പർ തേക്കണം. ഈ മുൻവശം ഒന്ന് തേച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ തേച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഭാഗവും കൂടി തേച്ച് കൊടുക്കട്ടെ. കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അധികം ഒരു സ്ഥലത്ത് തന്നെ ആയിപ്പോയാൽ പേപ്പർ അല്ല ടിഷ്യൂവോ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ അത് കീറിപ്പോകും കേട്ടോ.
അപ്പോൾ അമ്പോ കീറിയടോ, കീറി ഗായ്സ്, കീറിപ്പോയി ഗായ്സ്. എന്തായാലും ഇത് നമ്മൾക്ക് ഉണക്കാൻ വെക്കാം. ഇത് കീറിപ്പോയി, ഇതിവിടെ പറ്റി പിടിച്ചു ഗായ്സ്, ഫുൾ കൊളായിട്ടോ. ഇനി എന്തായാലും ഇത് ഉണക്കാൻ താഴെ കൊണ്ടുപോയി വയ്ക്കട്ടെ. ഞാനിത് ഉണക്കാൻ താഴെ കൊണ്ടുപോയി വെച്ചിട്ട് കാണാം. പിന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തേച്ചിതാക്കണം കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി നമ്മൾ താഴെ വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ആക്കാം. ഇതൊരു ഭാഗം, ഇതിൻ്റെ ഒരു ഭാഗം ആക്കി നോക്കട്ടെ. പിന്നെ മറ്റേ ഒരു ഭാഗം ആക്കിയിട്ട് അയ്യ ഭാഗം ഉണങ്ങിയിട്ട് മറ്റേ ഭാഗം ആക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കീറിപ്പോയി, നേരത്തെ സംഭവിച്ചതുപോലെ. വേഗം ആക്കട്ടെ. തീരാനായി ഗായ്സ്. ഇത് കുറച്ച് ഭാഗമൊക്കെ ആക്കുമ്പോഴേ കീറുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ച് കട്ടി കുറഞ്ഞ ഇത് ആണ്. ടിഷ്യൂ അല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ടിഷ്യൂലാക്കാൻ കുറച്ച് പണി അധികം. അപ്പം മനസ്സിലായി. നല്ലോണം ആക്കട്ടെ. അങ്ങനെ ഇതാക്കിട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്താക്കാം. എല്ലാം ഒരുമിച്ച് താഴെ വെക്കാം കേട്ടോ. ഞാനൊരു ഇതിലും കൂടി ആക്കുന്നുള്ളൂ, 3 ഇതിലേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. തീർന്നു. നമ്മൾക്ക് വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്കാം കേട്ടോ. ആദ്യം 3 ആക്കട്ടെ, പിന്നീട് ബാക്കിയുള്ളതും കൂടി ആക്കാം. ഒരു ഭാഗം ആക്കിയിട്ട് ഉണങ്ങിയിട്ടാണ് ഈ 2 ഞാൻ ചെയ്യുന്നത്. ഇനി മറ്റേത് കീറിപ്പോയതുപോലെ ഇതും അല്ലെങ്കിൽ കീറിപ്പോകും. നമുക്ക് കുറച്ചും കൂടി ഹാൻഡ് വാഷ് ആഡ് ചെയ്യാം. ഹാൻഡ് വാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആയിട്ടുണ്ട്. ആവണില്ല ഗൈസ്. ഇരുത്തിയിൽ പറ്റിപ്പിടിക്കുകയാണ്. കുറച്ച് ഭാഗം ആക്കും തോറും ഇരുത്തിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് താഴെ വെയിലത്ത് വിരിച്ചിടാം. കൊണ്ടുപോയിട്ട് വരാം കേട്ടോ. വിരിച്ചിട്ടിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. എന്തായാലും കുറച്ച് സമയം എടുക്കുമായിരിക്കും തുടങ്ങാൻ, പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ. എന്തായാലും ഞാനത് വിരിച്ചിട്ടിട്ടുണ്ട്. ബാക്കി കുറച്ച് ഇതും കൂടി ബാക്കി ടിഷ്യൂ നമ്മൾ വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആക്കും കേട്ടോ. 4 ടിഷ്യൂ ഉണ്ട് ബാക്കിയുള്ളത് നമുക്ക് വർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആക്കാം. ഞാനിപ്പം പോയി നോക്കിയിട്ടുണ്ടായിരുന്നേ. ഞാൻ 2ാമത്തേത് കൊണ്ടുപോയി വെക്കുമ്പോൾ
തന്നെ മറ്റേത് ഏകദേശം കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഞാൻ താഴെ കൊണ്ടുവച്ചിട്ട് വരാട്ടോ. ഇനി നമുക്കത് പേപ്പർ സോപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നമുക്ക് പേപ്പർ സോപ്പിൻ്റെ അടുത്തേക്ക് പോകാം. ആയിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കാം. ഇതാ ഇരിച്ചിട്ടുണ്ട്. ആയിട്ടോ ഗായ്സ്, ഇതായിട്ടുണ്ട്. നല്ല ഒരു ഒച്ച കേൾക്കുന്നില്ലേ? ആയി. എന്നാലും കുറച്ചുകൂടി വെക്കാം. ബാക്കിയുള്ളത് എടുക്കുമ്പോൾ ഇതും എടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്ക് സൈഡും മറ്റേ വലുതിൻ്റെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഉണങ്ങിയപ്പോൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഹോം ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോം ടൂറിൻ്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വേണം എന്ന് ടൈപ്പ് ചെയ്യണേ. അല്ലെങ്കിൽ ഒരു ലൈക്കിൻ്റെ ഒരു ചിഹ്നമോ ലൈക്കോ ഇടണം കേട്ടോ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ആ ലൈക്ക് ബട്ടണും കൂടി എന്തായാലും അമർത്തണേ. പിന്നെ ഞാൻ ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി വെക്കുന്നുണ്ട്. അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ബൈ.